അപ്പോൾ കഴിച്ച് നമ്മൾ രാവിലെ തന്നെ കുളിക്കുകയാണ്. അപ്പോൾ ഇന്ന് കൂട്ടുകാരൻ വിളിച്ചൊരു സ്ഥലം വരെ പോകാം. അവൻ്റെ കൂട്ടുകാരിയാണ് വിളിച്ചത് അങ്ങോട്ട് പോകണത്. അപ്പോൾ ഞാൻ കുളിക്കുകയാണ്. രാവിലെ തന്നെ ഫ്രഷ് ആയിട്ടൊന്ന് പോകാമെന്ന് വിളിച്ചു. അപ്പോൾ ഒന്ന് കുറേ നേരം കുളിക്കുന്നു. ചെന്ന് പോയി ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റട്ടെ. നമുക്കൊന്ന് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് കാണട്ടോ ഗൈസ്. അപ്പോൾ കഴിച്ച് നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി ചേഞ്ച് ചെയ്ത് ഇറങ്ങി ഇനി അങ്ങോട്ടൊന്ന് പോകണം. അപ്പോൾ ഞാൻ വിചാരിച്ച് അവിടേക്ക് ഒന്ന് ഞാൻ സ്പ്രേ ഒക്കെ അടിച്ചിട്ടാണ് പോണത്. കുട്ടപ്പനായി നമുക്ക് പോകണ്ടേ. അപ്പോൾ ഇവിടെ നേരെ നമ്മൾ വിടാൻ പോണത് നമ്മളെ കൂട്ടുകാരത്തിൻ്റെ വീട്ടിലോട്ട്. അപ്പം നേരെ നമുക്ക് അങ്ങോട്ട് പോകാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ നേരെ അങ്ങോട്ട് പോകണം. അയ്യോ ഗൈസ് അതുകൊണ്ട് ഗൈസ് അവൻ നമ്മളെ വണ്ടി ഇടിച്ചിട്ട് അവൻ അങ്ങ് പോകണം കേട്ടോ. വണ്ടി തിരിച്ചവനെ പറഞ്ഞോടുകൂടി അപ്പം വണ്ടി നിർത്തല. അങ്ങനെ നീ അങ്ങ് പോയാൽ മതിയല്ലോ. അവിടെ വണ്ടി നിർത്ത് നീ. അത് കൊള്ളാലോ, നിൻ്റെ സ്വഭാവം കൊള്ളാമല്ലോ. നീ എന്താ വണ്ടിയിൽ നിന്ന് ഇറങ്ങത്തില്ലേ? വണ്ടിയിൽ നിന്ന് ഇറങ്ങടാ. നീ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഇവനെ ഞാൻ നോക്കട്ടെ ഗൈസ്. ഇവനെ വണ്ടിയിൽ നിന്ന് എടുത്ത് ഇറങ്ങടാ അങ്ങോട്ട്. അയ്യോ ഞാൻ വണ്ടീൻ്റെ അകത്ത് കയറിപ്പോയി. ഈ അവൻ അവിടെ വീണു. അവൻ്റെ അടുത്ത അഭിനയം കണ്ടോ, ഓസ്കാർ കൊടുക്കാനുള്ള അഭിനയം. എണീക്കടാ നിനക്കുള്ള 2 ഇടിയങ്ങ് തരാതെ പോകാൻ പറ്റുമോ? എണീക്കടാ നമുക്ക് പോകാൻ കഴിയും. അവൻ അഭിനയം കഴിഞ്ഞിട്ട് കിടക്കുക. എന്ന് വെച്ചാൽ അവനപ്പോൾ ആരെങ്കിലും വന്ന് നമ്മളെ ഇടിക്കും ചെയ്യാൻ വേണ്ടിയാണ് അവൻ അഭിനയിച്ച് കിടക്കണം. അവൻ എത്ര അഭിനയിച്ച് കിടന്നിട്ട് കാര്യമില്ല. നമുക്ക് ഇവിടെ നേരെ നമ്മളെ കൂട്ടുകാരത്തിൻ്റെ വീട്ടിലോട്ട് പോകാൻ കഴിയും. നേരെ കൂട്ടുകാരത്തിൻ്റെ വീട്ടിലവിടെ എത്തിയിട്ട് കാണും. അപ്പോൾ കൂട്ടുകാരത്തിൻ്റെ വീട് എത്തിയിട്ടുണ്ട്. അവളിവിടെ രാവിലെ ജോഗിങ്ങിന് പോണതാണ്. ഇവിടെ നിന്ന് കണ്ടില്ല. തോണ്ട വരുന്നുണ്ട് അങ്ങോട്ട്. എടീ ഞാൻ മനസ്സിലായില്ലേ? എന്താ പരിപാടി? എന്താ ഇവിടെ ജോഗിങ് നടക്കണത്? നീ വരുന്നു? ഞാനില്ല, ഇപ്പോൾ ഒരു പണി കിട്ടി വന്നിരിക്കണം. ഒരു വണ്ടി വന്ന് ഇടിച്ചൊരു കേസിൽ വന്നിരിക്കുന്നു. നിന്റെ ഡ്രസ്സ് എന്താ കീറിയേ? അത് മോഡലാ. കൊള്ളാം. ഇപ്പോൾ തരാം. ഒരു മിസ് കോൾ അടിക്കുന്നു. ഇപ്പോൾ വരാം. വിളിച്ചോക്കട്ടെ ആരാന്ന്. ഹലോ ഇതാരാണ്? ഇതൊരു പോലീസ് സ്റ്റേഷനാണ്. താങ്കൾ ഒരു വണ്ടി കൊണ്ട് ഇടിച്ച് അപ്പോൾ പോയി പരാതി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇപ്പം അങ്ങോട്ട് വരാം സാറേ. ഇപ്പം തന്നെ വരണം. വരാം സാറേ, ഇപ്പം തന്നെ വരാം. എന്നാൽ ഓക്കെ. അപ്പോൾ കേസ് പുള്ളിക്കാരൻ കൊണ്ട് കേസ് കൊടുത്ത് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു. നമുക്ക് അങ്ങോട്ട് ഒന്ന് പോകണം. നമുക്കൊന്ന് നേരെ ഇവിടുന്ന് പോലീസ് സ്റ്റേഷനിലോട്ട് എത്തിയിട്ട് കണ്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ നേരെ പോലീസ് സ്റ്റേഷനിൽ കയറാൻ കേട്ടോ. വണ്ടി ഇവിടെ ഒതുക്കിടാൻ ഇനി അതിൻ്റെ ഇവിടെ ഒന്ന് വഴക്കുണ്ടാക്കണം. എനിക്കറിയത്തില്ല, SI ഇല്ല എന്നാണ് എൻ്റെ ഡൗട്ട്. വണ്ടിയിൽ നിന്നൊന്ന് ഇറങ്ങട്ടെ. കൂടുതൽ ഇത് കാണിച്ചമാർ വീഡിയോ വെച്ചില്ല കേട്ടോ. ലൈസൻസുള്ള ഗണ്ണാക്കാണ് കയ്യിലിരിക്കുന്നത്. ചെന്നോക്കാം. സാറ് SI ഉണ്ടോ ഇവിടെ? മറ്റേ ഞാൻ എന്നെ വിളിച്ചായിരുന്നു. നീ അകത്തോട്ട് കയറി. നിനക്കുള്ള ഞങ്ങൾ തരാം. അകത്തോട്ട് കയറി. സാറ് വരട്ടെ. ഞാൻ അകത്തോട്ടൊക്കെ ഇരിക്കുന്നത് സാർ അങ്ങനെ പറയണ്ടായിരുന്നു. ഒരു പാവപ്പെട്ടവനെ വണ്ടി ഇടിപ്പിച്ചിട്ട് കയറണം അകത്തോട്ട്. ഗൈസ് അങ്ങനെയൊന്നും സാറിന് പറയണ്ട. നമുക്ക് 2 മിനിറ്റും കൂടെ ഇരുന്ന് നോക്കാം. വരട്ടെ നോക്കാം. അകത്തോട്ട് കയറി പോകാനല്ല പറഞ്ഞത്. അകത്തോട്ട് കയറിപ്പോടാ. സാറ് പറഞ്ഞിട്ട് നിനക്കുള്ള പണി തരാം. അന്ന് സാർ അങ്ങനെയൊന്നും പറഞ്ഞാൽ എന്നാൽ എന്നെ പ്രാന്തടിപ്പിക്കാം. എന്നൊക്കെ നിന്നെ കൊല്ലണം ഗൈസ്. ഇവനെ കൊല്ലണം. ചാവുന്നില്ല. ഗണ്ണ് മാറ്റി പിടിക്കാം. ഇതെടുക്കാം. ഇത് വേണ്ട, ഇതെടുക്കാം. ഇത് നീ ചവട ഇവനും കൂടെ. നിങ്ങൾ 2 എന്നെ പ്രാന്ത. നീ എന്താ പറഞ്ഞാൽ എന്നെ കൊല്ലൂന്ന് ഗൈസ്. നമുക്ക് പിന്നെ ഇവിടുന്ന് രക്ഷപ്പെടണം. കുറച്ച് ദിവസം ഒളിവിൽ പോകണം. നമുക്ക് ഇവിടുന്ന് നേരെ വണ്ടി എടുക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ വണ്ടി എടുത്ത് പോകും. അടുത്തൊരു ടണലുണ്ട്, അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. അങ്ങനെ ടണലിലെത്തി. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ടാസ്ക് ആയിരുന്നു. നിങ്ങൾക്ക് അറിയണ കോഡ് ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ നിങ്ങൾക്കത് പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ.